ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ തിരുപ്പതിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലത്തേക്കാണ്. ശേഷാചലം കുന്നുകളുടെ താഴ്വരയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പ്രസിദ്ധമായൊരു ശൈവക്ഷേത്രവും തീർത്ഥസ്ഥലവുമാണ് കപില തീർത്ഥം. കപിലേശ്വര സ്വാമി ക്ഷേത്രം എന്നും ഈ അമ്പലം അറിയപ്പെടുന്നുണ്ട്. കപില മഹർഷി ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയെന്നാണ് പറയുന്നത്. ശിവനാണ് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു 4 കിലോമീറ്ററാണ് ഈ അമ്പലമുള്ളൂ. നമ്മൾ തിരുമലയ്ക്ക് പോണ വഴിയിൽ തന്നെയാണ് ഈ അമ്പലം. ഈ തിരുമലയ്ക്ക് പോണവരൊക്കെ തിരുപ്പതിയിലും ഈ അമ്പലത്തിലും കയറണം എന്നാണ് പറയുക. പിന്നെ ഇത് അമ്പലത്തിൽ ഇറങ്ങിയിട്ട് കുറച്ചങ്ങോട്ട് നടക്കാണ്ട്, അമ്പലത്തേക്ക് എത്തണ വഴി കുറച്ച് നടക്കാണ്ട് ആ വഴിയാണിത്. വലിയൊരു അമ്പലമല്ല, ചെറിയൊരു അമ്പലമാണ്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തൊരു വലിയൊരു കുന്നും മലയൊക്കെ ഉണ്ട്. അത് നല്ല രസമാണ് കാണാൻ. തിരുപ്പതി ആ തിരുമലയുടെ അതിൻ്റെ ആ താഴ്വാരത്തിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ നടന്നു പോണ വഴിയിലൊക്കെ അവരോരോ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ കറക്റ്റായിട്ട് ഈ കഥയും കാര്യങ്ങളൊന്നും അറിയാത്ത കാരണം ആ അമ്പലത്തിൻ്റെ കഥയും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു അവിടെ അവർ വരച്ച് വെച്ചേക്കുന്നതൊക്കെ. ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു കപിലതീർത്ഥം എന്ന് പറഞ്ഞ ഒരു കുളം. ആ കുളത്തേക്ക് ആ കുന്നിൻ മുകളിൽ നിന്ന് നേരിട്ടിട്ട് ജലം ആ കുളത്തേക്ക് എത്തുമെന്നാണ് പറയണത്. അതിനാണ് ഈ കപിലതീർത്ഥം എന്ന് പറയണത്. പക്ഷെ നമ്മൾ ഈ സമ്മർ സീസണിൽ പോയതുകൊണ്ട് മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ വെള്ളം അവർ എന്തൊരു സാധാരണ പോലത്തെ അല്ല, അവരിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ പ്യൂരിഫിക്കേഷൻ ചെയ്യുക, അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട് ഈ വെള്ളം അവർ. അതവിടെ ഒരു അറ്റത്ത് കാണാൻ പറ്റും നമുക്ക്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ശരിക്കും കാണാൻ നല്ല രസമാണ് അവിടെ കാണാൻ. ഞങ്ങളൊരു സന്ധ്യാസമയത്താണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല രസം എന്ന് വെച്ചാൽ വലിയൊരു മലയാണത്. വലിയൊരു മലയുടെ അടിയിലായിട്ടാണ് ഈ അമ്പലം ഉള്ളത്. തിരുപ്പതിയിലുള്ള ഏക ശിവൻ്റെ ഒരു അമ്പലം ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ശൈവക്ഷേത്രം എന്ന് അങ്ങനെ എന്താണ് ഇതിന് പറയുക. തിരുപ്പതിയിൽ നിന്ന് തിരുമലയ്ക്ക് നമ്മൾ അമ്പലത്തേക്ക് തിരുപ്പതി ഭഗവാനെ കാണാൻ പോകുമ്പോൾ റോഡ് സൈഡിലാണ് ഈ അമ്പലം വരുന്നത്. അപ്പോൾ സ്വന്തമായിട്ടുള്ള കാറിൽ കാര്യങ്ങളൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഈ അമ്പലം കൂടി കയറിയിട്ട് പോവാവുന്നതാണ്. നമ്മൾ പിന്നെ അവിടുന്ന് KSRTC ബസ്സിലാണ് പോയത്. തിരുപ്പതിയിൽ നിന്ന് തിരുമലയ്ക്ക് KSRTC ബസ്സിലാണ് പോയത്. അപ്പോൾ നമ്മൾ തലേദിവസമാണ് ഈ അമ്പലത്തിലൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തത്.